السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد، സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, 34-ാമത്തെ ആയത്തിൽ, ഇന്നല്ലദീന കഫറൂ വസദ്ദൂ അൻ സബീലില്ലാഹി ثم ماتوا وهم كفار فلن يغفر الله لهم. ഇന്നല്ലദീന കഫറൂ, ആരാണോ അല്ലാഹുവിനെയും അവൻ്റെ ദീനിനെയും നിഷേധിക്കുന്ന, കുഫർ പ്രവർത്തിച്ചത്, വസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞത്, സുമ്മ മാതു, എന്നിട്ട് മരിക്കുകയും ചെയ്തത്, വഹും കുഫാർ, അവർ കാഫിറുകളായിരിക്കെ, അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും നിഷേധിച്ചിരിക്കെ മരണപ്പെടുകയും ചെയ്തത്, ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, ഒരിക്കലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ലാ യഗ്ഫിറു എന്ന് പറയുന്നത് പോലെയല്ല ലൻ യഗ്ഫിറ എന്ന് പറഞ്ഞാൽ. ലൻ എന്ന വാക്ക് അത് നിരന്തരമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ലൻ യദ്ഹബ എന്ന് പറഞ്ഞാൽ അയാൾ പോവുകയില്ല എന്നാണ്. അതുപോലെയാണ് ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇന്നല്ലദീന കഫറൂ വസദ്ദൂ അൻ സബീലില്ലാഹി ثم ماتوا وهم كفار فلن يغفر الله لهم. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ. ആരാണോ അല്ലാഹുവിൽ പങ്കുചേർത്തത്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് അവൻ പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ആ ആയത്തും അതുപോലെ ഈ സൂറത്തിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ആയത്താണ്, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്, കാഫിറുകളാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും, വശാഖുർ റസൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിക്കുകയും ചെയ്തത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, സന്മാർഗം വ്യക്തമായതിനു ശേഷം അങ്ങനെ ചെയ്തവരാരോ, ലൻ യദുറുല്ലാഹ ശൈഅ, അവർ അള്ളാഹുവിനെ ഒരിക്കലും യാതൊരു ദ്രോഹവും വരുത്തുകയില്ല. വസയുഹ്ബിതു അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു നിഷ്ഫലമാക്കി കളയും. ആ ആയത്ത് അതുപോലെ ശിർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന ആയത്തെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഇതാ ഈ ആയത്തിൽ പറഞ്ഞ ഒരു നിബന്ധനയോടെയാണ്. അതെന്താണ് ആ നിബന്ധന? സുമ്മ മാതു വഹും കുഫാർ, അവർ ആ കുഫാറുകളായിരിക്കെ, കുഫറിലായിരിക്കെ മരിക്കുകയും ചെയ്താൽ, മരണം ഒരാളുടേത് ഏതവസ്ഥയിലാണ് എന്നതാണ് പരിഗണിക്കപ്പെടുക. അയാൾ മുമ്പ് ജീവിച്ച അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അത് അന്ത്യം എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമായിരിക്കും. അതേസമയം മരണത്തിന് മുൻപ് ആർക്കെങ്കിലും കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്താൽ, അവർ തൗബ ചെയ്യുകയും മുസ്ലിങ്ങളാവുകയും ചെയ്താൽ
അവരുടെ മുൻപുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു തന്നെ പറഞ്ഞു, ഖുൽ ലില്ലദീന കഫറു ഇയൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ് വഇൻ യഊദു ഫഖദ് മദത് സുന്നത്തുൽ അവ്വലീൻ. സൂറത്തു അൽ-അൻഫാലിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ലില്ലദീന കഫറു, അല്ലാഹുവിന്റെ ദീനിനെ, അല്ലാഹുവിനെ അവന്റെ റസൂലിനെ നിഷേധിച്ചവരോട് പറയൂ നബിയെ, ഇയൻതഹു, അവരത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, മുൻപ് കഴിഞ്ഞുപോയത് അവർക്ക് പൊറുക്കപ്പെടുന്നതാണ്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. വയ്യഊദു, ഇനി അവർ അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ, ഫഖദ് മദത് സുന്നത്തുൽ അവ്വലീൻ, പഴയകാലക്കാരായ ആളുകളിൽ അല്ലാഹുവിന്റെ നടപടിക്രമം അത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ നടപടിക്രമം അവരിൽ നടന്നുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷ അത് സംഭവിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്ത്യം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഒരാൾ അയാളുടെ പരലോകം തീരുമാനിക്കപ്പെടുക. അതുകൊണ്ടാണ് നബിമാർ അവരുടെ മക്കളെ വസിയത്ത് ചെയ്തത്. വസ്സാ ബിഹ ഇബ്രാഹിം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അക്കാര്യമാണ് ഇബ്രാഹിം നബി മക്കളോട് വസിയത്ത് ചെയ്തത്, മക്കളെ ഉപദേശിച്ചത്. യാഖൂബ് നബി അലൈഹിം അസ്സലാത്തു വസ്സലാം, രണ്ട് നബിമാരും മക്കളോട് വസിയത്ത് നൽകിയത് അതാണ്. എന്താണ്? യാ ബനിയ, ഓ മക്കളെ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു ഈ ദീൻ ഇസ്ലാം തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, മുസ്ലിമീങ്ങളായിട്ടല്ല, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. ഫലാ തമൂതു വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത്. മുസ്ലിമായി മരിക്കാൻ വേണ്ടത് മുസ്ലിമായി ജീവിക്കുക, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അള്ളാഹു അവന് നല്ല മരണമാണ് നൽകുക. അള്ളാഹു അവരുടെ അന്ത്യം മോശമാക്കുകയില്ല. അതോടൊപ്പം അള്ളാഹുവിനോട് നിരന്തരം മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. മഹാനായ അള്ളാഹുവിന്റെ നബി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹുകളുടെ കൂടെ ചേർത്ത് തരണമേ. ഇസ്ലാമിൽ അല്ലാതെ ഒരാൾ മരിക്കുക എന്നതിനേക്കാളും വലിയ ദൗർഭാഗ്യം മറ്റൊന്നില്ല. അവന്റെ പരലോകം അത് തുലഞ്ഞുപോയിരിക്കുന്നു, അവൻ നരകത്തിൽ ശാശ്വതവാസിയായിരിക്കും. അതാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സുമ്മ മാതു വഹും കുഫാറുൻ ഫല യഗ്ഫിറല്ലാഹു ലഹും. അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. കാഫറുകളായി ജീവിച്ച് ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞ് കാഫറായി മരിച്ചവനാരോ അവന് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. വൽഇയാദു ബില്ലാഹ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഒരുവന് ലഭിച്ചില്ലെങ്കിൽ അവൻ നശിച്ചതു തന്നെ. എന്നിട്ട് നോക്കൂ, അള്ളാഹു പറയുന്നത്, ഫലാ തഹിനൂ വതദ്ഉ ഇല സൽമി വഅൻതുമുൽ അഅലൗന വല്ലാഹു മഅകും വലൻ യതറകും അഅമാലകും. അള്ളാഹു മുസ്ലിം സമൂഹത്തെ, അവരുടെ നേതാക്കൾ ഉള്ള, അവർക്ക് വ്യക്തമായി ഒരു നേതൃത്വമുള്ള മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഫലാ തഹിനൂ, നിങ്ങൾ ദുർബലരാകരുത്. വതദ്ഉ ഇല സൽമി, നിങ്ങൾ സമാധാനത്തിലേക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കും ശത്രുക്കളെ ക്ഷണിക്കരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ മുകളിലുണ്ടായിരിക്കെ, നിങ്ങളാണ് ഉന്നതർ എന്നിരിക്കെ. വല്ലാഹു മഅകും, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. വലൻ യതറകും, അള്ളാഹു ഒരിക്കലും നശിപ്പിച്ചു കളയുകയില്ല. അഅമാലകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ
നശിപ്പിച്ച് കളയുകയില്ല. നോക്കൂ, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫല തഹിനു എന്ന് പറഞ്ഞാൽ ലാ തദ്ഉഫു അലൽ അഅദാ, ശത്രുക്കൾക്കെതിരിൽ നിങ്ങൾ ദുർബലരാവുകരുത്. വതദ്ഉ ഇല സൽം, നിങ്ങൾ പരസ്പരം സമാധാന കരാറിലേക്ക് ക്ഷണിക്കരുത്. ഇല സൽം എന്ന് പറഞ്ഞാൽ ഐ മുഹാദന വൽ മുസാലമ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമില്ല എന്നതിലേക്ക് ക്ഷണിക്കരുത്. വദഉൽ ഖിതാലി ബൈനകും വബൈനൽ കുഫാരി, നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കളായ നിഷേധികൾക്കും ഇടയിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ ക്ഷണിക്കരുത്. ഫീ ഹാലി ഖുവ്വതികും, നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കെ. വകസറത്തി അദദികും, നിങ്ങൾ എണ്ണത്തിലേറെ ഉണ്ടായിരിക്കെ. വഉദദികും, നിങ്ങൾക്ക് ആയുധബലം ഉണ്ടായിരിക്കെ. എന്നാൽ ഇത് മുസ്ലിമീങ്ങൾക്ക് ശക്തിയും അവർക്ക് സൗകര്യവുമെല്ലാം ഉള്ള സമയത്താണ്. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, ഫഅമ്മാ ഇദാ കാനൽ കുഫാറു ഫീഹിം ഖുവ്വത്തുൻ വകസറത്തുൻ, എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ നിഷേധികൾ, കുഫാറുകൾ, അവർക്ക് ശക്തിയും അവരുടെ എണ്ണത്തിൽ ആധിക്യവും ഉണ്ടെങ്കിൽ, ബിന്നിസ്ബതി ഇലാ ജമീഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആകെ എണ്ണത്തെക്കാൾ അവർക്ക് എണ്ണവുമുള്ള സമയത്ത്, വറഅൽ ഇമാമു ഫിൽ മുആഹദതി വൽ മുഹാദനതി മസ്ലഹ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി കുഫാറുകളുമായി കരാറുണ്ടാക്കുന്നത്, സമാധാനത്തിൽ പോകാൻ തീരുമാനിക്കുന്നത്, ആ രൂപത്തിൽ അവരുമായി സമാധാന കരാറിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചാൽ അതിൽ മുസ്ലിമീങ്ങളുടെ മസ്ലഹത്ത് ഇപ്പോൾ അതിലാണ് എന്ന് മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിക്ക് തോന്നിയാൽ ഫലഹു യഫഅല ദാലിക്, ഭരണാധികാരിക്ക് അത് ചെയ്യാം. കമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ, ഹീന സദ്ദഹു കുഫാറു ഖുറൈശിൻ അൻ മക്ക, മക്കയിൽ പ്രവേശിക്കാൻ അഥവാ ഉംറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ മുശ്രിക്കുകൾ നബിയെ മക്കക്ക് പുറത്തു വെച്ച് തടഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ, വദഅൂഹു ഇല സുൽഹി വവദഇൽ ഹർബി ബൈനഹും വബൈനഹു 10 സിനീൻ, അങ്ങനെ അവർ തമ്മിൽ എന്തുണ്ടായി? അവർ നബിയെ ക്ഷണിച്ചു സമാധാന കരാറിലേക്ക്, യുദ്ധം നിർത്തിവെക്കാൻ. 10 വർഷം അവർക്കിടയിൽ അങ്ങനെ പോകാൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു. ഫഅജാബഹും ഇലാ ദാലിക്, ആ ക്ഷണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ തീരുമാനമാണ്? മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയുടെ തീരുമാനമാണ്. ഭരണാധികാരിക്കാണ് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുക. മുസ്ലിമീങ്ങളുടെ ശക്തിയെക്കുറിച്ച്, അവരുടെ ശത്രുക്കളുടെ ശക്തിയെക്കുറിച്ച്, യുദ്ധത്തിലാണോ സമാധാനത്തിലാണോ മുസ്ലിമീങ്ങൾക്ക് മസ്ലഹത്തുള്ളത് എന്നതെല്ലാം അദ്ദേഹത്തിനാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ തീരുമാനം ഉള്ളത്. നോക്കൂ, ഇവിടെ ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു കാര്യം പറഞ്ഞു. മുസ്ലിമീങ്ങൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവരോട് മുസ്ലിമീങ്ങൾക്ക് ശക്തിയും ഔന്നത്യവുമെല്ലാം ഉള്ള സമയത്ത് സമാധാനത്തിൽ നിൽക്കേണ്ടതില്ല. 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ, ഒന്ന് വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതർ എന്നിരിക്കെ, വല്ലാഹു മഅക്കും, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്നിരിക്കെ, വലയതറക്കും അമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു പാഴാക്കുകയില്ല എന്നിരിക്കെ. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ അല്ലാഹുവിൽ അതിന് പ്രതിഫലമുണ്ട് എന്നിരിക്കെ നിങ്ങൾ താഴ്ന്നു കൊടുക്കേണ്ടതില്ല. ഇവിടെ സഹോദരങ്ങളെ, ശക്തി എന്ന് പറഞ്ഞാൽ, അവിടെ ഔന്നത്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പല കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് കൂടുതൽ മനസ്സിലാവുക മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾക്കാണ്. ഈമാനികമായ ശക്തി അത് വലിയ ഘടകമാണ്. അള്ളാഹു കൂടെ ഉണ്ടാകണമെങ്കിൽ മുസ്ലിമീങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായിരിക്കണം. മുസ്ലിമീങ്ങൾ അവർ ഇസ്ലാമിന്റെ ആണിക്കല്ല് തന്നെ, ഇസ്ലാമിന്റെ അടിത്തറ തന്നെ ഒഴിവാക്കിയാൽ എങ്ങനെയാണ് അള്ളാഹു അവരോട് കൂടെ ഉണ്ടാവുക? ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അത് മുസ്ലിമീങ്ങൾ എപ്പോൾ, ഏത് നാട്ടിൽ, ഏത് കാലത്ത് മുറുകെ പിടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാ മുസ്ലിമീങ്ങൾക്ക് ഔന്നത്യം കാണാം. അവർക്ക് അന്തസ്സും പ്രതാപവും ശക്തിയും അവർക്ക് ഗാംഭീര്യവും പ്രതാപവുമെല്ലാം ഉറപ്പാണ്. അത് ഏത് കാലത്തും ചരിത്രം സാക്ഷിയാണ്. മുസ്ലിമീങ്ങൾ തൗഹീദിൽ അടിയുറച്ചു നിന്ന കാലത്ത്. എന്നാൽ അതിൽ നിന്ന് അകന്നുപോയാൽ ദർഗകളിൽ, മഖ്ബറകളിൽ മരണപ്പെട്ടുപോയവരിലെല്ലാം
അവലംബിക്കുന്ന അവസ്ഥ മുസ്ലിമീങ്ങൾക്കുണ്ടായാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കൈവിടും. അല്ലാഹു സഹായിച്ചാൽ അവരെ തോൽപ്പിക്കാൻ ആരുമില്ല. അല്ലാഹു കൈവിട്ടാൽ പിന്നെ ആരാണ് അവരെ സഹായിക്കാനുള്ളത്? യൻസുർകും അല്ലാഹു ഫലാ ഗാലിബ ലക്കും വയഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുർകും മിൻ ബഅദിഹി. അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. വയഖ്ദുൽകും, അല്ലാഹു നിങ്ങളെ കൈവിട്ടാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ കൈവെടിഞ്ഞാൽ, ഫമൻ ദല്ലദി യൻസുർകും മിൻ ബഅദിഹി, അല്ലാഹുവിന് പുറമെ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. നോക്കൂ, അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുൻ, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹു വഇൻ തുഅ്മിനു വതത്തഖൂ യുഅ്തികും ഉജൂറകും വലാ യസ്അൽകും അംവാലകും. ഇന്നമൽ ഹയാത്തുദ് ദുനിയ, തീർച്ചയായും ഈ ലോക ജീവിതം എന്നത് ലഇബുൻ വലഹുൻ, ഈ ലോക ജീവിതം അത് ലഇബാൻ, വലഹുൻ അത് ലഇബ് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം കളിയാണ്. ലഹുൻ അത് ഒരു തരം വിനോദവും ഒരു തരം ഒരു കാര്യത്തിൽ മുഴുകിപ്പോവുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ലഇബുൻ ബിൽ അബ്ദാൻ, നാം സഅദി പറഞ്ഞു, ശരീരം കൊണ്ടുള്ള പല രൂപത്തിലുള്ള കളികളാണത്. അതുപോലെ ഹൃദയം പലതിലും അവലംബിച്ചിരിക്കുന്നു, പലതിലും മുഴുകിപ്പോയിരിക്കുന്നു, അശ്രദ്ധയിലായിപ്പോയിരിക്കുന്നു. സമ്പത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, ഇതിലെല്ലാം. ഇതാണ് മൊത്തത്തിൽ ദുനിയാവ്. അള്ളാഹുവിനു വേണ്ടി നീ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒഴികെ, അള്ളാഹുവിനു വേണ്ടി ചെയ്തത് ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിന്റെയും അവസ്ഥ ഇതാണ്. ഇബ്നു കസീർ പറയുന്നത് നോക്കൂ, യഖൂലു തആല തഹ്ഖീറൻ ലിഅംരി ദുനിയ വതഹ്വീനൻ ലിശഅനിഹ. ദുനിയാവ് എത്രയോ നിസാരമാണ്, അതിനൊട്ടും വിലയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്നമൽ ഹയാത്തു ദുനിയ ലഇബു വലഹു. ഈ ലോക ജീവിതം എന്നാൽ അത് കളിയും വിനോദവും മാത്രമാണ്. ഐ ഹാസിലുഹാ ദാലിക്, മൊത്തത്തിൽ അതങ്ങനെയാണ്, അതാകെ എടുത്താൽ അതാണ്. ഇല്ലാ മാ കാന മിൻഹാ ലില്ലാഹി, അതിൽ അള്ളാഹുവിന് വേണ്ടി ഉള്ളതേതോ, അള്ളാഹുവിന് വേണ്ടി നീ ചെയ്തതേതോ അതൊഴികെ. അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മൽഊന മൽഊനതും മാ ഫീഹാ ഇല്ലാ ദിക്റല്ലാഹ് വമാ വലാഹ് ഔ ആലിമൻ ഔ മുതഅല്ലിമ. അദ്ദുനിയ മൽഊന, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. മൽഊനതും മാ ഫീഹാ, അതിലുള്ളതും. ഇല്ലാ ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ഒഴികെ. വമാ വലാഹ്, അതുമായി ബന്ധപ്പെട്ടതൊഴികെ. ഔ ആലിമൻ ഔ മുതഅല്ലിമ, അല്ലെങ്കിൽ ഒരു ഇൽമുള്ള ഒരാൾ, ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അഥവാ മതവിജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഥവാ ദുനിയാവിലെ പലതും അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുന്നത് ഏതുണ്ടോ അത് യഥാർത്ഥത്തിൽ ശപിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അത് അകറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ മുഅ്മിനിനെ ആഖിറത്തിലേക്ക് സഹായിക്കുന്ന ദുനിയാവ് അത് ശപിക്കപ്പെട്ടതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന്റെ ദിക്ർ ഒഴികെ, അതുമായി ബന്ധപ്പെട്ടതൊഴികെ. അതല്ലാത്തത് ജനങ്ങളെ ആഖിറത്തിൽ നിന്ന് വഴിതിരിച്ച് കളയുന്ന രൂപത്തിലായത് അത് ശപിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അസ്ദഖു കലിമത്തിൻ ഖാലഹാ ശാഇറുൻ കലിമതു ലബീദിൻ അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹി ബാത്തിലുൻ. അസ്ദഖു കലിമത്തിൻ ഖാലഹാ ശാഇറുൻ, ഒരു കവി പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും സത്യമായ വാക്ക് ലബീദിന്റെ വാക്കാണ്. ലബീദ് എന്നാൽ അവിടെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു കവിയാണ്. എന്താണ് ആ വാക്ക്? അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹി ബാത്തിൽ, അല്ലാഹു അല്ലാത്തതെല്ലാം യഥാർത്ഥത്തിൽ അത് ബാത്തിലാണ്, അതെല്ലാം നശിപ്പിക്കപ്പെടുന്നതാണ്, അള്ളാഹു മാത്രമാണ് ബാക്കിയാവുക. എന്ന് മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടി നീ ചെയ്തതാണ് ബാക്കിയാവുക, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അത് ബാക്കിയാകും, അള്ളാഹുവിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അത് നിലനിൽക്കും, അള്ളാഹുവിന്റെ പക്കലുള്ളത് നിലനിൽക്കും, നമ്മളെ പക്കലുള്ളത് തീർന്നു പോകും. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ.
അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളത് തീർന്നു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിന്റെ പക്കലുള്ളത് അവശേഷിക്കുന്നതാണ്, നിലനിൽക്കുന്നതാണ്. സ്വർഗം അത് എന്നൊന്നും നിലനിൽക്കുന്നതാണ്, ദുനിയാവ് അത് നശിച്ചു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവികളുടെ വാക്കിൽ ഏറ്റവും സത്യമായ വാക്ക് എന്ന് പറഞ്ഞു. അപ്പൊ കവികളുടെ വാക്കിൽ ചിലത് സത്യമുണ്ടാകും, ചിലത് ആകട്ടെ അതിൽ ബഹുഭൂരിപക്ഷവും ബാത്തിലായ കാര്യമാണ്. അള്ളാഹു കവികളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയുണ്ടാവുക, ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. നീ കണ്ടു, ശുഅറാഉ കവികൾ, യത്തബിഉഹുമുൽ ഗാവൂൻ വഴികേടിലായവരാണ് അവരെ പിൻപറ്റുക. നീ കാണുന്നില്ല അവരെല്ലാ താഴ്വരയിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം സ്വന്തം ഭാവനക്ക് അനുസരിച്ച് വായിൽ വന്ന വാക്കുകൾ കൊണ്ട് അവൻ എന്തും പറയും, ഏത് മോശമായതിനെയും മനോഹരമാക്കി അവതരിപ്പിക്കും, എത്ര മനോഹരമായതിനെയും മോശമാക്കും. ഇങ്ങനെയാണ് കവികളുടെ രീതി എന്ന് പറയുന്നത്. എന്നാൽ അതിൽ ചിലത് നല്ലതുണ്ട്, വളരെ എണ്ണത്തിൽ കുറവായ ചില കവിതകൾ നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കവിത പോലെ, അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹി ബാത്തിൽ, അല്ലാഹു അല്ലാത്തതെല്ലാം അത് യഥാർത്ഥത്തിൽ ബാത്തിലാണ്. അതുകൊണ്ട് ദുനിയാവിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഹാസിൽ, ദുനിയാവിന്റെ ആകത്തുക ഇതാണ്, ദുനിയാവിന്റെ ആകത്തുക ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരുവൻ ഇങ്ങനെ ദുനിയാവിൽ ഈ ലൈബും ലഹുവുമായി ജീവിച്ചാൽ അവൻ ശരീരം കൊണ്ട് അവന് യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ നേരം ചെലവഴിച്ച് ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അവൻ ദുനിയാവിലെ സമ്പത്തിലും തന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും മുഴുകിയാൽ പരലോകത്തെത്തിയാൽ അവന് നഷ്ടം വെളിപ്പെടുന്നതാണ്. ആഖിറത്തിലെത്തിയാൽ അവനതാ നഷ്ടം വെളിപ്പെടും. ഇത് കഴിഞ്ഞുപോയത്, അതിലേക്ക് തിരിച്ചു പോകാൻ ഇനി അവസരമില്ല, ഇനി ആഖിറത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യാതൊരു വഴിയുമില്ല, ഇനി അതിന് സമയമില്ല എന്നറിഞ്ഞാൽ അവന്റെ നഷ്ടം വെളിപ്പെടും. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ഇന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹു. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ ചെയ്യേണ്ടത് എന്താണ്? വഇൻ തുഅ്മിനൂ വതത്തഖൂ, നിങ്ങൾ യഥാവിധി അല്ലാഹുവിൽ വിശ്വസിക്കുകയും വതത്തഖൂ, അവനെ സൂക്ഷിക്കുകയുമാണെങ്കിൽ യുഅ്തികും ഉജൂറക്കും, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം നൽകുന്നതാണ്, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം നൽകുന്നതാണ്. വലാ യസ്അൽകും അംവാലക്കും, അവൻ ഒരിക്കലും ചോദിക്കുകയില്ല, വലാ യസ്അൽകും, അവൻ നിങ്ങളോട് ചോദിക്കുകയില്ല, അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളോട് ചോദിക്കുകയില്ല. നോക്കൂ, അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഈമാനും തഖ്വയും ഉള്ളവരാവുക. ഈമാനും തഖ്വയുമുള്ള എല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാണ്, അള്ളാഹുവിന്റെ വലികളാണ്. ആര്? ഈമാനും തഖ്വയുമുള്ളവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയായിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണം, ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ വലികൾ, അവന്റെ മിത്രങ്ങൾ എന്നാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവരാരാണ്? അല്ലദീന ആമനു, അവരാണ് വിശ്വസിച്ചവർ, ഈമാനുള്ളവർ. വകാനൂ യത്തഖൂൻ, അവരാണ് തഖ്വ പാലിക്കുന്നവർ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ആരാണ് അള്ളാഹുവിന്റെ വലി? ആരാണ് അള്ളാഹുവിന്റെ വലി? ആരാണ്? കുല്ലു മുഅ്മിനിൻ തഖിയ്യിൻ, കുല്ലു മുഅ്മിനിൻ തഖിയ്യിൻ, തഖ്വയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന എല്ലാ മുഅ്മിനുമാണ് അള്ളാഹുവിന്റെ വലി. എന്താണ് തഖ്വ? മുൻഗാമികൾ നമുക്ക് തഖ്വ എന്താണെന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് എന്നുപേരുള്ള മുൻഗാമികൾ സലഫുകളിൽപ്പെട്ട ആൾ, അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ അമലുൻ ബിതാഅത്തില്ലാഹ് റജാഅ സവാബില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് വത്തഖ്വ തർക്കു മഅസിയത്തില്ലാഹ്
മഖാഫത ഇഖാബില്ലാഹ് അലാ നൂരിൻ മിൻ അല്ലാഹ്. തഖ്വ എന്നാൽ നീ അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കലാണ്. അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കലാണ്, അമൽ ചെയ്യലാണ്. അമലില്ലാതെ തഖ്വയില്ല. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? റജാഅ സവാബില്ലാഹ് അല്ലെങ്കിൽ തർജു സവാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. അതിലെന്തു വന്നു? ഇഖ്ലാസ് വന്നു. അമൽ ചെയ്യണം ഇഖ്ലാസോടെ, അള്ളാഹുവിന് വേണ്ടി. പിന്നെ എന്താണ് പറഞ്ഞത്? അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. അവിടെ എന്തു വന്നു? ഇത്തിബാ വന്നു. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. അള്ളാഹുവാണ് നന്മയേത് സാലിഹായ അമലേത് എന്ന് നിനക്ക് പഠിപ്പിച്ചു തരേണ്ടത്. അതെവിടെ നിന്നാണ് മനസ്സിലാക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ നീ പഠിക്കണം, അറിവ് വേണം, ഇൽമു വേണം. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നീ പ്രവർത്തിക്കുക. അതാണ് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അവനിൽ നിന്നുള്ള വെളിച്ചമനുസരിച്ച് നീ അള്ളാഹുവിനെ അനുസരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയാണ് തഖ്വ. തീർന്നില്ല. വത്തഖ്വ തർക്കു മഅസിയത്തില്ലാഹ്. തഖ്വ എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുക, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുക എന്നതുപോലുള്ള കാര്യങ്ങൾ നീ ഉപേക്ഷിക്കലാണ്. ധിക്കാരവും അനുസരണക്കേടും നീ ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇതാ ഇമാം ദഹബി പറഞ്ഞതുപോലെ, ഇതാ അയാൾ തന്റെ അറിവിന്റെ വെളിച്ചം കൊണ്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നു എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയല്ല. മഖാഫത ഇഖാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ നീ പേടിച്ചുകൊണ്ട്, റബ്ബിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. ആളുകൾ കാണുമെന്നോ അവരെന്തെങ്കിലും പറയുമെന്നോ വിചാരിച്ചുകൊണ്ടല്ല. മഖാഫത ഇഖാബില്ലാഹ് അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. ഏതാണ് തിന്മ? നമുക്കാർക്കെങ്കിലും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തത് തിന്മയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് നന്മ ഏത് തിന്മ ഏത് എന്നത് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നന്മ എന്ന് പറഞ്ഞത് നന്മയാണ്, അള്ളാഹു തിന്മ എന്ന് പറഞ്ഞത് തിന്മയാണ്. അത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അള്ളാഹു നന്മ എന്ന് പറഞ്ഞത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അള്ളാഹു തിന്മ എന്ന് പറഞ്ഞത് ആർക്കിഷ്ടപ്പെട്ടാലും അത് തിന്മയാണ്. യഥാർത്ഥത്തിൽ ഈമാനുള്ള ഒരു മുസ്ലിം അവൻ എന്താണ് ചെയ്യുക? അള്ളാഹു നന്മ എന്ന് പഠിപ്പിച്ചതിനെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുക, സ്നേഹിക്കുകയാണ് ചെയ്യുക. ചില ആളുകൾ ഒരു മെസ്സേജ് ഇങ്ങനെ അയക്കുന്നത് കണ്ടു, എന്ത് നീ ഇഷ്ടപ്പെട്ടത് മാത്രം എടുക്കുക എന്നതല്ല ഇസ്ലാം. മറിച്ച് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എടുക്കുക. അതിലൊരു സൂക്ഷ്മത കുറവുണ്ട് ആ വാക്കിൽ. എന്താണത്? അള്ളാഹു നമ്മെ പഠിപ്പിച്ച നന്മകൾ ഇഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പാടില്ല. അത് ഇഷ്ടപ്പെടണം, അതിനെ സ്നേഹിക്കണം. അവനാണ് മുഅ്മിൻ. അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹു നന്മ എന്ന് പഠിപ്പിച്ച കാര്യത്തെ ഇഷ്ടപ്പെടുന്നവനായിരിക്കണം മുഅ്മിൻ. അള്ളാഹു തിന്മ എന്ന് പഠിപ്പിച്ച കാര്യത്തെ വെറുക്കുന്നവനായിരിക്കണം മുഅ്മിൻ. അതിന് ഇഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നന്മ എന്ന് പഠിപ്പിച്ച കാര്യത്തെ വെറുക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും അള്ളാഹു പഠിപ്പിച്ച നന്മയോട് നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ നാം നമ്മുടെ ഈമാൻ പരിശോധിക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് ഹൃദയം നന്നാക്കി തരാൻ. കൂടുതൽ നാം പഠിക്കുകയും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ അതിനെ വെറുക്കാൻ നമുക്ക് പാടില്ല. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷെ അതിനെ വെറുക്കാൻ പാടില്ല. എല്ലാ മുസ്തഹബായ പുണ്യകരമായ കാര്യങ്ങളും നിർബന്ധമല്ലാത്ത പുണ്യകർമ്മവും നമുക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും സാധിക്കണമെന്നില്ല, പക്ഷേ അതിനെ വെറുക്കാൻ പാടില്ല. അതുപോലെ തിന്മകളെ ഇഷ്ടപ്പെടാൻ പാടില്ല, മറിച്ച് അതിനോട് വെറുപ്പ് വേണം. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിൻ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ അത് മുഖേന ഈമാനിന്റെ ഹലാവത്ത്, മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയുടെ ദർസിൽ പറഞ്ഞതുപോലെ നോക്കൂ, ഈ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ എണ്ണം പറയുന്നത് 3 കാര്യങ്ങൾ. അതുണ്ടെങ്കിൽ ഒരുവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. ഈമാനിന് ഒരു ഹലാവത്തുണ്ട്. ഈമാനിന്
ഹലാവത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അതിന് എരിവെന്നോ പുളിയെന്നോ കയ്പെന്നോ പറഞ്ഞോ ഇല്ല, അത് ഹലാവത്താണ്, അതിനൊരു മാധുര്യമാണുള്ളത്. ആർക്കാണ് ആ മാധുര്യം അനുഭവിക്കാൻ കഴിയുക? 3 കാര്യങ്ങളിൽ ഒരാളിലുണ്ടെങ്കിൽ. ഒന്ന്, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള എല്ലാവരെക്കാളും സ്നേഹിക്കുക, ബാക്കി സർവ്വപടപ്പുകളെക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുക. സൃഷ്ടികളിൽ ഏറ്റവും നന്നായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക, നമ്മെക്കാൾ, സ്വന്തത്തെക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ. നോക്കൂ, അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ ഒരാളോടും നമുക്ക് സ്നേഹമില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹമെന്നാൽ അത് മറ്റാർക്കും വേണ്ടിയല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പോലും ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹിന്റെ മാർഗത്തിനാണ് ആ സ്നേഹം. അള്ളാഹുവിനോടുള്ള സ്നേഹമോ ഒരാൾക്കും വേണ്ടിയല്ല. ദുനിയാവിൽ പടപ്പുകളിൽ ആരൊക്കെ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അവർ നിന്നെ സ്നേഹിക്കുന്നത് അവരുടെ മസ്ലഹത്തിനു വേണ്ടിയാണ്, അവരുടെ പ്രയോജനത്തിനും ഗുണത്തിനും വേണ്ടിയാണ്. ചിലപ്പോ ആ പ്രയോജനം എന്നത് എന്തെങ്കിലും സാമ്പത്തികമോ ഒന്നും ആയിരിക്കണമെന്നില്ല. നമ്മൾ ഉമ്മമാർ നമ്മളെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും പണം പ്രതീക്ഷിച്ചാണോ? അല്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ അവർ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എപ്പോഴും പണമായിരിക്കണമെന്നില്ല. അവരുടെ ഒരു മസ്ലഹത്ത് ആ സ്നേഹത്തിൽ അവർക്കുണ്ട്, സംശയമില്ല. ഏത് ദുനിയാവിലെ ഏത് സ്നേഹത്തിനു പിന്നിലും, ഏത് പടപ്പിന്റെ സ്നേഹത്തിനു പിന്നിലും. പക്ഷേ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. അള്ളാഹു നിന്നെ സ്നേഹിച്ചാൽ അവൻ നിന്നെ സ്നേഹിക്കുന്നത്, അവൻ നിനക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് നിനക്ക് വേണ്ടി, അവന് വേണ്ടിയിട്ടല്ല. അള്ളാഹു ആകട്ടെ നിരന്തരം അനുഗ്രഹങ്ങൾ നിനക്ക് തന്നുകൊണ്ട് നിന്നോട് അവനെ സ്നേഹിക്കാൻ ആവശ്യപ്പെടുന്നു. അവനാകട്ടെ എന്നെ കൊണ്ട് യാതൊരു ആവശ്യമില്ല. നീയാകട്ടെ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അവന് കോപമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ കൊണ്ട് ഏത് നിമിഷവും ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹുവില്ലാതെ, അള്ളാഹുവിന്റെ സഹായമില്ലാതെ, അവന്റെ തൗഫീഖില്ലാതെ നിനക്ക് ജീവിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവനിലേക്ക് കയറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് പൊതുവെ മനുഷ്യന്റെ സ്ഥിതി. അള്ളാഹുവിനെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവരാണ് മുഅ്മിനുകൾ. അവന്റെ അസ്മാ സിഫാത്ത്, അവന്റെ പേരുകൾ, വിശേഷണങ്ങൾ, അതിലൊന്നിനെ കുറിച്ചെങ്കിലും പഠിച്ചാൽ അവനല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ നമുക്ക് സാധ്യമല്ല, അവനെ പോലെ സ്നേഹിക്കാൻ സാധ്യമല്ല. അതുപോലെ അള്ളാഹു തന്ന നിഅമത്തുകൾ, അല്ലെ? ഒരു പേന ഒരാളെ നമുക്ക് വെറുതെ തന്നാൽ നമുക്ക് അയാളോട് അതിന്റെ പേരിലൊരു സ്നേഹം തോന്നും, ഒരു നിസ്സാരമായ ഒരു വസ്തുവാണെങ്കിൽ പോലും. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് കണക്കുണ്ടോ? അതാർക്കാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുക? പടപ്പുകളോടുള്ള സ്നേഹമെല്ലാം അള്ളാഹുവിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത ദുനിയാവിലെ സ്നേഹമെല്ലാം അത് നമുക്ക് അവസാനം ബുദ്ധിമുട്ടായിത്തീരും. റബ്ബിനു വേണ്ടിയല്ലാത്ത ദുനിയാവിലെ ഏത് സ്നേഹവും ദുനിയാവിൽ നമുക്കത് ഇടങ്ങാറായിത്തീരും, ബുദ്ധിമുട്ടായിത്തീരും, അത് നമുക്ക് പ്രയാസമായി തീരും. എന്നാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അത് എപ്പോഴും അത് ഈ ലോകത്തും പരലോകത്തും നന്മയായിരിക്കും. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അയാളെ സ്നേഹിക്കുന്നത്. റബ്ബിനു വേണ്ടി മാത്രം നീ ഒരാളെ സ്നേഹിക്കുക. അത് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ്. മൂന്നാമത്തേത് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. തീയിലേക്ക്, നരകത്തിലേക്ക് ഒലിച്ചെറിയപ്പെടുന്നത് അവൻ എത്രമാത്രം വെറുക്കുന്നു എന്നതുപോലെ കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിന് അവൻ വെറുക്കണം. വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അള്ളാഹു പറഞ്ഞില്ല, അവൻ നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ അവൻ അലങ്കരിച്ചു വച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അവൻ കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനിനോടും ഒക്കെ വെറുപ്പുണ്ടാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുക, അവനോട് ധിക്കാരം പ്രവർത്തിക്കുക, അവനോട് അനുസരണക്കേട് പ്രവർത്തിക്കുക, അതിനെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിരിക്കുന്നു. അതിനെ വെറുക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗം നേടിയിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ എത്തിയാൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് നമുക്ക് എളുപ്പമായി തീരും.
തിന്മകൾ ഒഴിവാക്കുക എന്നത് നമുക്ക് പ്രയാസരഹിതമായി തീരും. ദീൻ എളുപ്പമാകും. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അവനെ സ്മരിക്കുക എന്നത് അതിലേക്കുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ്. വഫഖനില്ലാഹു വഇയ്യാക്കും. അള്ളാഹു പറയുന്നു, വഇൻ തുഅ്മിനു വതത്തഖൂ, നിങ്ങൾ ഈമാനും തഖ്വയുമുള്ളവരാണെങ്കിൽ, ഈമാനും തഖ്വയും അതാണ് അള്ളാഹുവിന്റെ വലിയകളുടെ ലക്ഷണം. അതാണ് മുഅ്മിനായ തഖിയാണ് അള്ളാഹുവിന്റെ വലിയകൾ. അതല്ലാതെ വലിയാണ് ഔലിയ പാപ്പയാണ് എന്ന് പറഞ്ഞ് പ്രത്യേക ഹാവഭാവത്തിൽ കുളിക്കാതെ, മുടിമുറിക്കാതെ, അലക്കാതെ, നിസ്കരിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളല്ല അള്ളാഹുവിന്റെ ഔലിയ. മറിച്ച് അങ്ങനെയുള്ള ആളുകൾ ദീൻ അനുസരിക്കാത്തവൻ പിശാചിന്റെ ഔലിയാണ്. ഔലിയ ശൈത്താനാണ്, ഔലിയ റഹ്മാൻ അല്ല. അവർ ഔലിയ ശൈത്താനാണ്. ഒരുവൻ അള്ളാഹുവിന്റെ വലിയാകാനുള്ള മാനദണ്ഡം ഈമാനും തഖ്വയുമാണ്. അതില്ലാത്തവരെങ്ങനെ അള്ളാഹുവിന്റെ വലിയാകും? അപ്പോൾ എങ്ങനെയാണ് റമദാൻ മാസം നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല, ബീഡി വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാകുക? നിസ്കരിക്കാത്തവർ, എന്നിട്ട് നിസ്കരിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന് 40 തടിയുണ്ട്. ഒന്ന് മക്കത്ത് നിസ്കരിക്കുന്നുണ്ടാവും, ഒന്ന് അവിടുന്ന് നിസ്കരിക്കുന്നുണ്ടാവും. ഇവിടുന്ന് നിസ്കരിക്കാത്ത നമ്മൾ നോക്കണ്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ എങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളാകും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ വലിയുണ്ടോ? ഏത് റമദാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പ് നോക്കാതിരുന്നത്? സുബ്ഹാനല്ലാഹ് വൽ ഇയാദു ബില്ലാഹ്. ഏത് നിസ്കാരമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപേക്ഷിച്ചത്? അല്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്താണ് ഇതുപോലത്തെ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? ഉടലിന് പുറത്ത് തലയുണ്ടാകുമായിരുന്നോ എന്ന് ചിന്തിക്കണം. അപ്പൊ അവർ അള്ളാഹുവിന്റെ ഔലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അവരാണ് അള്ളാഹുവിന്റെ ഔലിയ. അവരുടെ ജീവിതത്തിൽ എന്താണ് ഇവർ പറയുന്ന ഇവരുടെ ഈ ഒറിജിനൽ അല്ലാത്ത ഔലിയാക്കന്മാരുടെ കഥകളിൽ കേൾക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കളുടെ കഥകളിൽ, ചരിത്രങ്ങളിൽ നമ്മൾ കേൾക്കാത്തത് എന്താണ് വ്യത്യാസം? അവർ ഔലിയാ റഹ്മാനാണ്, ഇത് ഔലിയാ ശൈത്താനാണ്. വഇൻ തുഅ്മിനു വതത്തഖൂ യുഅ്തികും ഉജൂറക്കും. അള്ളാഹു നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും, നിങ്ങൾ ഈമാനും തഖ്വയും ഉള്ളവരാണെങ്കിൽ. വലാ യസ്അൽകും അംവാലക്കും, അവൻ നിങ്ങളുടെ സമ്പത്ത് ചോദിക്കുകയില്ല. അള്ളാഹു നിങ്ങളുടെ സമ്പത്ത് ചോദിക്കുകയില്ല. യസ്അൽകുമുഹ, അവൻ നിങ്ങളോട് നിങ്ങളുടെ സമ്പത്ത് ചോദിച്ചിരുന്നുവെങ്കിൽ, ഫയുഹ്ഫിക്കും, അങ്ങനെ അവൻ നിങ്ങളോട് നിരന്തരം അത് ചോദിച്ചിരുന്നുവെങ്കിൽ, തബ്ഖലു, നിങ്ങൾ പിശുക്ക് കാണിച്ചേനെ, വയുഖ്രിജ്, അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നേനെ, അദ്ഗാനക്കും, നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണോ അത്. അള്ളാഹു നിങ്ങളോട് സമ്പത്ത് ചോദിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അവന് വേണ്ടി യാതൊന്നും ചോദിച്ചിട്ടില്ല. അവന് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല എന്നു മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തൊക്കെ അവൻ തന്നതാണ്. അവൻ യഥാർത്ഥത്തിൽ നിങ്ങളോട് ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമ്പത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ്, മുഴുവനുമല്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ധാരാളം ചെലവഴിക്കാനും അള്ളാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് നിർബന്ധമായത് വളരെ ചെറിയൊരു ശതമാനമാണ്. ഒരാളുടെ ആകെ സമ്പത്തിന്റെ 40% മാത്രം, 2.5%. അത് തന്നെ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്. അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളായ സാധുക്കൾക്ക് ആ പണത്തിന്റെ ഉപകാരം ലഭിക്കും. അള്ളാഹു അവനു വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ചോദിച്ചിട്ടില്ല. ചെലവഴിക്കാൻ പറഞ്ഞത് തന്നെ വളരെ കുറച്ചു മാത്രമാണ്. അങ്ങനെ അള്ളാഹു നിങ്ങളുടെ സമ്പത്താകെ ചോദിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയൊരു വിഹിതം ചോദിക്കുകയും അവൻ നിങ്ങളോട് വീണ്ടും വീണ്ടും, അതാണ് യുഹ്ഫിക്കും എന്ന് പറഞ്ഞാൽ, വീണ്ടും വീണ്ടും ചോദിക്കുക, അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ തബ്ഖലു, നിങ്ങൾ പിശുക്ക് കാണിച്ചേനെ, വയുഖ്രിജ അദ്ഗാനക്കും, നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തു വന്നേനെ. കാരണം ഇമാം ഖതാദ പറഞ്ഞു, സമ്പത്ത് അതിനെക്കുറിച്ച് അത് ചെലവഴിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ ഒരാളുടെ ഉള്ളിലുള്ള യഥാർത്ഥ അവസ്ഥ പുറത്തു വരും. കാരണം മാൽ എന്നത് പൊതുവെ മനുഷ്യന് മഹബൂബായ, അവന് ഇഷ്ടമുള്ള കാര്യമാണ്. ആ ഇഷ്ടമുള്ള സംഗതി അതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു സംഗതിക്ക് വേണ്ടി അല്ലാതെ അവൻ ചെലവഴിക്കുകയില്ല. അതാണ് സ്വർഗം, അള്ളാഹുവിന്റെ പ്രീതി എന്നത്. ഇനി അള്ളാഹു നിങ്ങളോട് സമ്പത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കും എന്നതിനുള്ള തെളിവെന്താണ്? നോക്കൂ, അടുത്ത ആയത്ത്, ഹാ അൻതും ഹാഉലാഇ തുദഊന ലിതുൻഫിഖു ഫീ സബീലില്ലാഹ്. ഹാ അൻതും ഹാഉലാഇ,
ഇതാ നിങ്ങൾ തുദഊന ക്ഷണിക്കപ്പെടുന്നു, ലിതുൻഫിഖു ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നു. അള്ളാഹു പല വുജൂഹുൽ ഖൈർ, നന്മയുടെ പല വഴികളിൽ ചെലവഴിക്കാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. ഫമിൻകും മൻ യബ്ഖലു, നിങ്ങളിൽ പിശുക്കുന്നവനുണ്ട്. കുറച്ചേ അള്ളാഹു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, എന്നിട്ട് തന്നെ നിങ്ങളിൽ പിശുക്കുന്ന ആളുകളുണ്ട്. വമൻ യബ്ഖൽ, ആരെങ്കിലും പിശുക്കിയാൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, സ്വന്തത്തിന് എതിരെ തന്നെയാണ് അവൻ പിശുക്കുന്നത്. കാരണം ഇതിന്റെ ഖൈർ അവനവന് തന്നെയാണ് വരിക, അവനവന് തന്നെയാണ് അവൻ മുടക്കുന്നത്. അവൻ നിർബന്ധമായതും കൊടുത്തില്ലേ, അള്ളാഹുവിന്റെ ശിക്ഷ അവന് വരും. മുസ്തഹബായത്, പുണ്യകരമായത്, നിർബന്ധത്തിനപ്പുറമുള്ള സദഖകൾ, ദാനധർമ്മങ്ങൾ അവൻ കൊടുത്തില്ലേ, അത്രയും പരലോകത്ത് അവന്റെ നന്മയുടെ ഓഹരി അത്രയും കുറയും. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാഉ, വല്ലാഹുൽ ഗനി, അല്ലാഹു അൽ ഗനിയാണ്. അവൻ ഏറ്റവും സമ്പത്തുള്ള, ഏറ്റവും ഐശ്വര്യമുള്ള, ഏറ്റവും ധന്യനായവനാണ്. ഒരു പടപ്പുകളുടെയും ആവശ്യമില്ലാത്തവൻ. ആകാശഭൂമികളുടെ ഖജനാവുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. സഹാഉൽ ലൈലി വന്നഹാർ, രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെലവഴിക്കുന്നവനാണ്. അവന്റെ കയ്യിലുള്ളത് തീർന്നു പോവുകയില്ല. അവന്റെ കൈ നിറഞ്ഞ കൈയാണ്. യദുല്ലാഹി മൽആ, ആകാശഭൂമികൾ പടച്ച അന്നു മുതൽ അവൻ എത്രയാണ് ചെലവഴിച്ചത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ഒന്നും അവന്റെ കയ്യിലുള്ളത് കുറഞ്ഞു പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ, നിങ്ങളാകട്ടെ ഫഖീറുകളാണ്. നോക്കൂ, ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനും അല്ലാഹു വഅൻതുമുൽ ഫുഖറാ എന്ന് പറഞ്ഞതിൽ പെട്ടു. ദുനിയാവിലെ ഏത് മുതലാളി ആയിക്കോട്ടെ, എത്ര വലിയ സമ്പത്തുള്ളവനാകട്ടെ, അള്ളാഹുലേക്ക് ഫഖീറാണവൻ. അള്ളാഹു കൊടുത്തതല്ലാതെ അവന്റെ കയ്യിലില്ല. അള്ളാഹു തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ യാതൊന്നും അവന്റെ കയ്യിലില്ല. അങ്ങനെയുള്ളവരാണ് ഫഖീറുകൾ. പരലോകത്ത് അവൻ വരിക അവന്റെ അമലുകളല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖബറടക്കാൻ പോയാൽ 3 കാര്യങ്ങൾ അവന്റെ പിന്നാലെ പോകും, 2 തിരിച്ചു വരും, 1 മാത്രം ബാക്കിയാവും. അമലും അഹ്ലും മാലും, സമ്പത്തും കുടുംബവും അമലും ആണ് ഒരുമിച്ച് പോവുക. പ്രവർത്തനങ്ങൾ, അമൽ മാത്രമാണ് അവന്റെ കൂടെ ഉണ്ടാവുക. മക്കളും കുടുംബങ്ങളും സമ്പത്തുമൊക്കെ തിരിച്ചു വരും. വൈൻ തതവല്ലൗ, അള്ളാഹു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ യസ്തബ്ദിൽ, അള്ളാഹു പകരം കൊണ്ടുവരും. ഖൗമൻ, മറ്റൊരു സമൂഹത്തെ, ഗൈറക്കും, നിങ്ങളല്ലാത്ത മറ്റൊരു സമൂഹത്തെ. നിങ്ങൾ ഈ ദീനിൽ നിന്ന് തിരിഞ്ഞുപോയാൽ നിങ്ങളല്ലാത്ത മറ്റൊരു കൂട്ടരെ അള്ളാഹു പകരം കൊണ്ടുവരും. സുമ്മ ലാ യകൂനു, എന്നിട്ട് അവരായിത്തീരുകയില്ല അംസാലക്കും, നിങ്ങളെപ്പോലെ. സുബ്ഹാനല്ലാഹ്, എത്ര നമ്മളെ ചിന്തിപ്പിക്കേണ്ട വാക്കാണ്. നമ്മിൽ ആര് ഈ ദീൻ ഉപേക്ഷിച്ചു പോയാലും വൽഇയാദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഈ ദീനിന് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഇവിടെ നിലനിർത്തും. ഇതിന്റെ പതാകവാഹകരായി ആളുകൾ ഇവിടെ ഉണ്ടാകും. അള്ളാഹു അവരെ ഈ ലോകത്തും പരലോകത്തും സഹായിക്കും. ഇതിൽ നിന്നാരെങ്കിലും ഒഴിവായി പോയാൽ ഈ ദീനിന് യോജിക്കാത്തവനെ അള്ളാഹു പുറന്തള്ളിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ മഹാഭാഗ്യം സ്വീകരിക്കാൻ, ഇസ്ലാമിന്റെ ആളാകാൻ അള്ളാഹു സൗഭാഗ്യം നൽകാത്തവനെ അള്ളാഹു പുറന്തള്ളിയിരിക്കുന്നു ഈ ദീനിൽ നിന്ന്. അവൻ അതിനുള്ള യോഗ്യതയില്ല ഇസ്ലാമിൽ നിൽക്കാൻ, ഈ നന്മയുടെ ആളാകാൻ. പരലോകത്ത് അള്ളാഹു ശ്രേഷ്ഠത നൽകുന്നവരിൽ ഉൾപ്പെടാനുള്ള യോഗ്യത അവനില്ലാത്തതുകൊണ്ട് അവൻ പുറന്തള്ളപ്പെട്ടതാണ്. അല്ലാതെ അവരെ പോയതുകൊണ്ട് ദീനിന് ഒരു തരിമ്പ് പോലും നഷ്ടമില്ല. പോയവൻ ആരാകട്ടെ, എത്ര വലിയവനാകട്ടെ, ഈ ദീനിനേക്കാൾ വലുത് ആയി മറ്റൊരു കാര്യവും ഇവിടെയില്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ വാക്ക്. നിങ്ങൾ പോയാൽ അള്ളാഹു നിങ്ങളെക്കാൾ നല്ല ആളുകളെ, മറ്റൊരു കൂട്ടരെ അള്ളാഹു പകരം കൊണ്ടുവരും. അവർ നിങ്ങളെപ്പോലെ ആവുകയില്ല. അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഈ ദീൻ പാലിക്കുന്ന ആളുകളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ ആളുകളായി, മുസ്ലിമീങ്ങളായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതോടെ സൂറത്ത് മുഹമ്മദിന്റെ തഫ്സീർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വലില്ലാഹിൽ ഹംദു വൽ മിന്ന. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.